ആത്മനമസ്കാരം. ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് കാർഡ് ഓഫ് ദ ഡേ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ദ സ്റ്റാർ കാർഡാണ്. പ്രതീക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും ഒരു കാർഡാണ് ദ സ്റ്റാർ കാർഡ്. ഈ കാർഡ് എൻകറേജ് ചെയ്യുന്നത് നിങ്ങളുടെ ഉൾവിളിയെ, ഉള്ളിലുള്ള ആ ശബ്ദത്തെ, ഇൻറ്റ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കുക. എന്തോ റീസൺ ആയിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡിവൈൻ ഗൈഡൻസ് അവൈലബിൾ ആണെന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുക. എത്ര വലിയ പ്രശ്നങ്ങളായിക്കോട്ടെ, എത്ര ഹാർഡ് ടൈമിലൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരുന്നാലും ഒടുവിൽ എല്ലാം ഈ പ്രശ്നങ്ങളൊക്കെ മാറി നല്ലതായി മാറും എന്നുള്ള ആ വിശ്വാസം നിങ്ങൾ നിലനിർത്തണം. ആ വിശ്വാസം തളരാതെ തന്നെ മുന്നോട്ട് പോകുക. അതായത് നമുക്ക് പറയാലോ, ഒരു രാത്രി കഴിഞ്ഞാൽ മാത്രമേ ഒരു പകലുണ്ടാകുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പ്രതീക്ഷ മാത്രമല്ല, വിശ്വാസവും കൈവിടാതെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. ആത്മീയമായിട്ടും മാനസികമായിട്ടുള്ള വിശ്രമം നിങ്ങൾ തേടണം. അതായത് കുറച്ചുകൂടെ നിങ്ങളുടെ സ്പിരിച്വാലിറ്റി ഇൻക്രീസ് ചെയ്യുക, അത് മെഡിറ്റേറ്റ് ചെയ്യുക, വിശ്വാസം നിലനിർത്തുക. നിങ്ങളുടെ വിഷമങ്ങളും എല്ലാം അതിൻ്റേതായ അതിനെ ലെറ്റ് ഗോ ചെയ്യുക. ഇപ്പോൾ എന്താണ് ലൈഫ് നമുക്ക് തരുന്നത്, യൂണിവേഴ്സ് നമുക്ക് തരുന്നത്, അതേ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആ റിയാലിറ്റിയെ നിങ്ങൾ സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോകാൻ തന്നെ പ്രാപ്തരാകുക. അതായത് നിസ്സാര മനസ്സോടെ ജീവിതം നയിക്കുക. ആ റിയാലിറ്റി അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. കുറച്ചുകൂടെ മറ്റുള്ളവരെയും ഉന്നതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സമാധാനപരമായിട്ട് ഏതൊരു കാര്യത്തിനെയും കുറച്ചുകൂടി സമാധാനപരമായിട്ട് നിങ്ങൾ സമീപിക്കുക. നിങ്ങൾക്ക് പേഷ്യൻസ് അത് നല്ല രീതിയിൽ വളർത്തിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോഴത്തെ എത്ര ഡിഫിക്കൽട്ട് ടൈം ആയാലും നിങ്ങൾ ആ പ്രതീക്ഷ വിടാതെ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക. നിങ്ങളൊരു മേക്ക് എ വിഷ്, നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, ഒരു വലിയൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു ഐഡിയൽ പാർട്ട്ണറായിരിക്കാം, ജോബായിരിക്കാം, കരിയറായിരിക്കാം, ലൈഫ് സ്റ്റൈലായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, സമാധാനപരമായിട്ടൊരു ലൈഫായിരിക്കും, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ആ ഒരു വിഷ് നിങ്ങൾ ആഗ്രഹിക്കുക, നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക. അതെല്ലാം എന്നിട്ട് അതേ പ്രതീക്ഷയോടെയും വിശ്വാസത്തോടെയും തന്നെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. യൂണിവേഴ്സ് നിങ്ങൾക്കത് തരുന്നതാണ്. ഇതിനു മുന്നേ നിങ്ങളുടെ പാസ്റ്റായിട്ട് നടന്നിട്ടുള്ള ഇപ്പോൾ റിലേഷൻഷിപ്പ് ഫെയിലിയേഴ്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പാസ്റ്റ് നടന്നിട്ടുള്ള എന്ത് ഫെയിലിയർ ആണെങ്കിലും നിങ്ങളത് മുന്നോട്ടുള്ള ജീവിതത്തിന് അത് ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു ഹീലിംഗ് ആവശ്യമാണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റണം, സ്പിരിച്വാലിറ്റി വളർത്തിയെടുക്കണം, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ എന്തുമായിക്കോട്ടെ, അത് ഞാൻ ഹയർ സെൽഫ്, നമുക്ക് അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം, ദൈവമായിക്കോട്ടെ, ഈശ്വരനായിക്കോട്ടെ, ഒരു പ്രപഞ്ചശക്തി ആയിക്കോട്ടെ, നിങ്ങൾ ആ ശക്തിയിലേക്ക്, ആ ഡിവൈൻ ഗൈഡൻസ് തരുന്ന ആളിലേക്ക് ഇപ്പോഴത്തെ എല്ലാം മാറി എനിക്ക് വരാൻ പോകുന്ന നല്ലത് തന്നെയാണ്, ഇപ്പോൾ വരുന്നതെല്ലാം അതേ രീതിയിൽ തന്നെ ഞാൻ അങ്ങ് സ്വീകരിക്കുന്നു എന്നുള്ള രീതിയിൽ ഹയർ സെൽഫിനെ വിട്ടുകൊടുക്കുക. നിങ്ങൾ ആഗ്രഹിച്ചതും എല്ലാം നിങ്ങളുടെ ഈ രാത്രി കഴിഞ്ഞ് പകലാകുന്നത് പോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്കും ആ ഒരു വെളിച്ചം വരുന്നതാണ്. അപ്പോൾ നന്ദി.